എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുന്നംകുളം സ്പെഷ്യലായിട്ടുള്ള ഒരു ചക്ക എരിശ്ശേരിയാണ്. ചക്ക മാത്രമല്ല ഉള്ളത്, ഇതിൻ്റെ കൂടെ ചക്കയുടെ കൂടെ ഇറച്ചിയും കൂടി ഇട്ടിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക എരിശ്ശേരിയാണിത്. നമ്മൾ ചക്ക തന്നെ വെച്ച് മീൻകറിയെ കൂട്ടി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ചക്ക സെപ്പറേറ്റ് വേവിച്ചിട്ട് ബീഫ് കറി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് 50-ാം പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ചക്കയും ബീഫും തന്നെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ചക്ക എരിശ്ശേരിയാണ്. ചക്കയുടെ കൂടെ ബീഫും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫിനുള്ള മസാല ഉണ്ടാക്കണം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയിട്ട് നല്ലതുപോലെ ആദ്യം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്തിടാം. ഞാൻ ബീഫ് 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലും നെയ്യും എല്ലാം ആയിട്ടുള്ള ഒരു ബീഫാണത്. അപ്പോൾ നെയ്യ് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 3/4 കിലോ ബീഫ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ പൊടി ചൂടാറിയിട്ടുണ്ട്. ആ പൊടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബീഫിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നല്ലതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. ഇനി അത് ബീഫിലേക്ക് ഇട്ടിട്ട് ബീഫും ഈ മസാലയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫ് വേവിച്ചെടുക്കണം. ഈ ചക്ക ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് 5-6 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ച് വയ്ക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചതച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കയിലേക്ക് ചേർക്കാം. ചക്ക ഞാനിവിടെ ഒരു പകുതി ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടത് വെന്തിട്ടുണ്ട്. ആ വെന്ത ചക്കയിലേക്ക് ഞാനിപ്പോൾ ചതച്ച് വെച്ച ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം ചേർത്തു. നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ചക്ക ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുള്ളൂ. ഈ ബാക്കി ഫുൾ വേവേണ്ടത് ഇറച്ചിയിൽ കിടന്നാണ്. അപ്പോൾ ഇറച്ചിയുടെ ആ ടേസ്റ്റ് എല്ലാം നല്ലതുപോലെ ചക്കയിലേക്ക് പിടിക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ചക്ക വേവുന്നതിന് ആവശ്യമുള്ള കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചക്കയാകുമ്പോൾ ചിലപ്പോൾ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അത് ഇളക്കി കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇനി ചക്ക എരിശ്ശേരിക്കുള്ള അരപ്പിന് വേണ്ടി ഒരു തേങ്ങയുടെ തേങ്ങാപ്പീര് എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയുടെ അല്ലി 3 എടുത്തിട്ടുണ്ട്. ചക്ക എരിശ്ശേരിയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ജീരകം 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ചക്കയ്ക്ക് സാധാരണ അരയ്ക്കുന്ന ആ രീതിയിൽ അരച്ചെടുക്കുക. ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ അരയ്ക്കണം. അത് ആദ്യം തേങ്ങയുടെ ഒപ്പം തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കയും ഇറച്ചിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം.
അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അരപ്പരച്ച മിക്സിയിലുള്ള ബാക്കി അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമുക്ക് ഈ ചക്കയിലേക്ക് ചേർക്കാം. അരപ്പും ഇറച്ചിയും അതുപോലെ ചക്കയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം. പിന്നീട് അതൊന്ന് കുറച്ചൊന്ന് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം വെക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടു. അത് നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെക്കണം. ഇപ്പോൾ ചക്കയും ഇറച്ചിയും അതിൻ്റെ തേങ്ങയെല്ലാം നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്കതിന് കടുക് പൊട്ടിക്കാനായിട്ട് ഇപ്പുറത്തെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിത് ചക്കയിലേക്ക് ചേർക്കാം. ഇനി ഉള്ളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ യോജിപ്പിച്ച് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചക്ക ഇറച്ചി എരിശ്ശേരിയാണ്. കുന്നംകുളം സ്പെഷ്യലാണ്. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ ഇപ്പോൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്ക എരിശ്ശേരിയാണിത്.